നമസ്കാരം. ഡൽഹിയിലാണ്. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിലെ നോയിഡയിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നോയിഡയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നോയിഡയുടെ തലസ്ഥാനമായ ഗ്രേറ്റർ നോയിഡ കാണാൻ അന്ന് സാധിച്ചില്ല. ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായ പഹഡ്ഗഞ്ചിലാണ് ഞങ്ങൾ റൂം എടുത്തത്. നല്ലൊരു റേറ്റ് തന്നെ നമുക്ക് ഇവിടെ ഈ റൂം കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നേരെ പുറത്തോട്ട് പോവാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അതാ തൊട്ട് മുന്നിൽ. ഇവിടെയൊക്കെ വളരെയധികം വൃത്തിക്കുറവുള്ളൊരു ഭാഗമാണ്. ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ വരുവാണെങ്കിൽ കുറച്ച് മാറി ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ നോക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇനിയിപ്പോൾ ഇവിടെ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോവാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്താണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ നോയിഡ സെക്ടർ 52-ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടോ? അവിടെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 16-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ നേരെ ഇവിടെ വരിക. ഇവിടെ നേരെ ഇതാ മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുക്കാം. മെട്രോ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. മില്ലേനിയം സിറ്റി സെൻറ്റർ ഭാഗത്തേക്ക് വന്ന മെട്രോയിലാണ് കയറേണ്ടത്. അടുത്ത സ്റ്റോപ്പായ രാജീവ് ചൗക്കിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഇൻ്റർചേഞ്ച് ഉണ്ട്. ഇതേ പോകാനുള്ള മെട്രോ വരികയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ തന്നെ. അങ്ങനെ രാജീവ് ചൗക്കിലെത്തി. ഇനിയിപ്പോൾ നേരെ നോയിഡ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തേക്കുള്ള മെട്രോയിലാണ് കയറേണ്ടത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതാ ഒരു മെട്രോ പോയി. ഇവിടുന്ന് ഇനിയിപ്പോൾ 16 സ്റ്റേഷനുകൾ കഴിയാനുണ്ട്. അടുത്തത് പെട്ടെന്ന് തന്നെ വരും. നോയിഡ സിറ്റി സെൻട്രൽ സ്റ്റേഷൻ കഴിഞ്ഞു. നമുക്കൊരു 2 സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട്. അങ്ങനെ സെക്ടർ 52 മെട്രോ സ്റ്റേഷനിൽ ഇതാ തിരികെയാണ്. നമ്മൾ വന്ന മെട്രോ അതിവിടുന്ന് പോയി. ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടാ ആ മെട്രോന് അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ വളഞ്ഞു പോയി. നല്ലൊരു വ്യൂ അല്ലേ? ന്യൂഡൽഹിയിൽ നിന്ന് സെക്ടർ 52ലേക്ക് മെട്രോക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 50 രൂപയാണ്. ഇനിയിപ്പോൾ ഗോർ സിറ്റിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഷെയർ വണ്ടിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഓട്ടോയും കിട്ടും. നമുക്ക് ഇവരൊക്കെ അങ്ങോട്ട് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. ഇനിയിപ്പോൾ നേരെ ഗോർ സിറ്റിയിലേക്ക് പോവുകയാണ്. വീട്ടിലെ റോഡാണല്ലോ. ഇത് എത്ര വരി ഉണ്ടാവും? ഇതൊരു 3-4 വരി എന്തായാലും ഉണ്ടാവും. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. സെക്ടർ 52 മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഈ ഓട്ടോയിലാണ് വന്നത്. ആകെ 50 രൂപ ആയതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഗോർ സിറ്റി സെൻറ്റർ ഞങ്ങൾ ഇവിടെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് മെയിനായിട്ട് കാണാം. നമുക്ക് ഇതുവഴിയൊക്കെ നേരെ ആ ഭാഗം വരെ നടന്നിട്ടൊക്കെ പോവാം. ഗ്രേറ്റർ നോയിഡയിലെ ഒരു ടൗൺഷിപ്പാണ് ഗോർ സിറ്റി. ഇവിടെ ഈ സിറ്റി സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇനി നമുക്ക് ഇവിടത്തോട്ട് കയറി പോവാം. ഇതുവഴി നടന്നു പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു കെട്ടിടമാണിത്. സിറ്റി സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ പുറത്ത് ഇവിടെ ഒരു സെൽഫി പോയിന്റ് കണ്ടു. ഐ ലവ് ഗോർ സിറ്റി.
അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഭാഗത്തായാലും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം. സിറ്റി സെൻറ്ററിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറുന്നില്ല. ഇതിൻ്റെ അകത്ത് ഹോസ്പിറ്റലുണ്ട്, ബാറുണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മാളുണ്ട്, ഇത് ഈ കാണുന്ന ഭാഗം. അപ്പോൾ നമുക്ക് പിന്നെ മെയിനായിട്ട് മാളാണല്ലോ മെയിനായിട്ട് വേണ്ടത്, ബാറിലേക്കൊന്നും പോകേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഗോർ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ഗോർ സിറ്റി മാൾ വരുന്നത്. ഇവിടെ കല്യാൺ ജ്വല്ലേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റർ നോയിഡയിലെ സ്കൈലൈനുകൾ കണ്ട ഇവിടെ വേറെ അതങ്ങുണ്ട് കേട്ടോ. ആ ഭാഗം അങ്ങ് ദൂരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുപാട് നടക്കാം, അങ്ങ് വരെ നടന്നാൽ ഇതിന്റെ മുഴുവനായിട്ടുള്ള വ്യൂ കിട്ടും. റോഡ് വഴി നടക്കണ്ട, നമുക്ക് ഫുട്പാത്ത് എന്ന് പറയുന്നത് ഇത്രയും സ്പേസ് ഉണ്ട്. എത്ര പേർക്ക് ഒരേ സമയത്ത് നടക്കാം. അത്രയും നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഇവിടെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. യു പിയിലെ ഗ്രാമങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ്. അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയൊക്കെ ആകെ പരിതാപകരം തന്നെയാണ്, കാരണം ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ നഗരങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല വികസനമാണ്. അതിപ്പോൾ ലക്നൗ എടുത്താലും അതുപോലെ തന്നെയാണ്. ഇവിടെ നോയിഡ എടുത്താലും അടിപൊളിയാണ്. ഇവിടുത്തെ ഓരോ നഗരത്തിനുമുണ്ട് വികസനം. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ഈ ഭാഗത്ത് തന്നെ 3 വരി, ഇവിടെ ഈ കാണുന്ന റോഡ് 3 വരി, അതിൻ്റെ അവിടെ വേറെ അത് വേറെ 3 വരി, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും എത്ര വരി പാതയുള്ള റോഡുകളാണ് ഇവിടെ. അതൊക്കെ അടിപൊളിയാണ്. റോഡിനൊന്നും ഒരു ക്ഷാമവും ഇവിടെ. അതാണ് നഗരവും ഗ്രാമവും ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പല വീഡിയോയിലും പറയുന്നുണ്ട്. ഉത്തർപ്രദേശിനെ നമ്മൾ പറ്റി പറയുമ്പം ഒരിക്കലും നഗരവും ഗ്രാമവുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിൽ ഒരു വികസനം ഇല്ല എന്ന് തന്നെ പറയാം, പക്ഷെ നഗരത്തിലാണ് വികസനം മുഴുവനും. ഇതുവഴി നടന്നു പോകുമ്പോൾ തന്നെ ഓരോ വ്യത്യസ്തമായ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഗാലക്സി, അതുപോലെ തന്നെ ഈ നടന്നു വന്ന വഴിയിൽ തന്നെ പല കെട്ടിടങ്ങളുടെയും പണി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുവഴി തന്നെ നേരെ തിരിച്ചു നടക്കാം, കാരണം ഇതുവഴി അങ്ങ് നടന്നാലും കാണുന്ന കാഴ്ചകൾ ഇതേപോലെ തന്നെയാണ്. ഓരോ കെട്ടിടങ്ങളും മറ്റൊന്നിന് കിടപിടിക്കുന്ന ബിൽഡിങ്ങുകൾ തന്നെയാണ്. നമ്മൾ ഈ ഉത്തർപ്രദേശിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന കമൻറ്റുകളാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണിക്കാതെ നഗരത്തിൻ്റെ കാഴ്ചകൾ മാത്രം കാണിക്കുന്നു? കാരണം അവിടുത്തെ പരിതാപകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് വേറെ എന്ത് കാര്യം? അങ്ങനെ പറഞ്ഞ് പല തെറിയൊക്കെ വിളിച്ചിട്ടാണ് കമന്റ് ഇടുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്, കാരണം കമന്റ് ബോക്സ് ഓൺ തന്നെയാണല്ലോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ അതിവേഗം വളർന്നു വരുന്ന ഒരു നഗരമാണ് തന്നെയാണ് നോയിഡയും അതിന്റെ ഭാഗമായ ഗ്രേറ്റർ നോയിഡയും. അതിപ്പോൾ അതൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ നോയിഡന്റെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെ നോയിഡ കാണാനോ ഇവിടെ വരാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്താൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുമല്ലോ. അതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിലത്തെ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഗ്രാമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം തന്നെയാണ്, യു പിയിലത്തെ ഗ്രാമത്തിന്റെ അവസ്ഥയൊക്കെ വളരെയധികം പരിതാപകരം തന്നെയാണ്. അതൊക്കെ നോക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണല്ലോ. പിന്നല്ലാതെ ഞങ്ങൾ ആദ്യം ഓട്ടോ വന്നിറങ്ങിയ ഇവിടെ ഗോർ സിറ്റി സെന്ററിന്റെ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ്ടും മെട്രോ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് പോകണം. നവീൻ പൈസ വയ്ക്കുന്നുണ്ട് ഓട്ടോയുടെ. എത്രടാ? ഓ ഷെയറിംഗ് ആന്ന് പറഞ്ഞ. എത്ര? പോവാ. അന്ന് ആദ്യം പറഞ്ഞ ഷെയറിംഗ് ഉണ്ടെങ്കിൽ എന്നാ. ഓ അങ്ങനെ കാര്യമെല്ലാം കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരമായി, ഇപ്പോൾ ഒരു 4:15. നല്ല തിരക്ക് വന്ന് തുടങ്ങി. ശരിക്കും പറഞ്ഞാല് മെട്രോ ആട്ടാ ഷെയറിങ് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വണ്ടി, നമുക്കൊരു കാറുണ്ടെങ്കിൽ സുഖത്തിൽ ഈ ഒരു സിറ്റി മുഴുവനും കാണായിരുന്നു. നടന്നു പോയി കാണുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്.
പാലത്തിൻ്റെ ഈ ഭാഗത്ത് ചെറിയ വണ്ടികൾക്ക് മാത്രം പോകാനുള്ള ഒരു വഴിയാണ്, 2 വീലറും ഓട്ടോയും. പക്ഷെ വരുമ്പോൾ അതിലൂടെയാണ് വന്നത്. ഇത് ഇവിടെ നോക്കില്ലാന്ന് കിട്ടിയത്. പാതയാണ്. സെക്ടർ 52 മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. 60 രൂപയാണ് ആയത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇങ്ങോട്ട് വരുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ നേരെ പോകുന്നത് പരി ചൗക്ക് എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടത്തേക്ക് പോകേണ്ട മെട്രോ ഉള്ളത് സെക്ടർ 52 എന്നല്ല, സെക്ടർ 51 എന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉണ്ട് ആ ഒരു സ്റ്റേഷനിലേക്ക്. സെക്ടർ 52 51ലേക്കുള്ള നടത്തമാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടികൾ കാണാം. ഇത് നമ്മളങ്ങനെ നടന്നെത്തി ഇവിടെ. സെക്ടർ 51 ഇത് നോയിഡ മെട്രോയാണ്. സെക്ടർ 51 നിന്ന് മെട്രോ കയറി ഞങ്ങളിതാ പരി ചൗക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. 5:30 നല്ല കോട വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ തൊട്ട് മുന്നിൽ ഇതാ നല്ല അടിപൊളി റോഡ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഒരു 2 കിലോമീറ്ററിൻ്റെ മേലെ ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓട്ടോ ആക്കിയിട്ട് തന്നെ പോകേണ്ടി വരും. ഇനി ഇവിടുന്ന് ഗ്രാൻഡ് വെനീസ് മാളിലേക്കാണ് പോകുന്നത്. 2.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഞങ്ങളൊരു സ്പെഷ്യൽ വണ്ടി ആക്കിയിട്ട് തന്നെ പോകാമെന്ന് കരുതി. 70 രൂപയാണ് പറഞ്ഞത്. നല്ല റോഡുകളൊക്കെ തന്നെയാണ്. ഗ്രേറ്റർ നോയിഡ മുഴുവനും ഗ്രീനറി നിറഞ്ഞൊരു ഭാഗമാണ്. 5:40 ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇരുട്ടും വന്നു. നേരത്തെ പറഞ്ഞ പോലെ നല്ല കോടയും വന്നു. ദ ഗ്രാൻഡ് വെനീസ് മാളിൻ്റെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് നടന്നിട്ട് പോവാം. ഇവിടെ ഇനി ഇതാ തിരിച്ചു പോകണമെങ്കിൽ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. വണ്ടി കിട്ടൂലെന്ന് പേടിക്കണ്ട. ഇനി ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. അടിപൊളിയാണല്ലോ, കിടിലം. വെൽക്കം ദ ഗ്രാൻഡ് വെനീസ് മാൾ. ടൈമിംഗ് വരുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. എല്ലാ ദിവസവും ഉണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ നമുക്ക്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രീതി തന്നെയാണ് ഈ ഒരു നിർമ്മിതിക്കുള്ളത്. അതുവഴിയൊക്കെ നമുക്ക് കയറി പോവാം. ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഇതുവഴിയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഷോയൊക്കെ ഉണ്ട്. അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഒരു പ്രത്യേക ഡിസൈനിങ് തന്നെയാണിത്. വലിയൊരു തിരക്കൊന്നുമില്ല. സാധാരണ ഒരു മാള് പോലെയല്ല ഇത്. ഇതൊരു വ്യത്യസ്തമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച മാളാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി പോകണമെങ്കിൽ എസ്കലേറ്റർ അല്ല, സ്റ്റെപ്പ് തന്നെയാണ്. അതൊരു പ്രത്യേക ഡിസൈനിങ് ആണ്. ഈ മാളിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത, ഇതിൻ്റെ നടുക്ക് തന്നെ ഇതുപോലുള്ളൊരു പൂളുണ്ട്. മുഴുവനായിട്ട് അങ്ങ് പോകാൻ പറ്റും. അതിൽ തന്നെ ഇതുപോലുള്ള ബോട്ട് സർവീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം. അത്
ഇവിടെ നിന്ന് എടുത്തു ഇതാ, നേരെ ഇതാ ഇതുവഴി ഇങ്ങനെ പോകും, മുഴുവനായി ഒന്ന് വലം വെച്ച് വരും. എന്താ അല്ലേ? ഇതെങ്ങ അതുവഴി ഇതാ. നമുക്ക് ഇതുവഴിയൊക്കെ നടന്നു പോകാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മേലെത്തിക്കഴിഞ്ഞാൽ അത് താഴെ വഴി പോകുന്നത് കാണാം. ഇതുവഴി നടക്കുമ്പോഴായാലും അധികം ആൾക്കാരൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് നടക്കാം. ഇതുപോലെ ചെറിയൊരു പാലം ഇല്ലേ, അതെല്ലാ ഭാഗത്തും ഉണ്ട്. അതിവിടെ എത്തി. ഇവിടുന്ന് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ എൻഡ് പോയിന്റിലെത്തിയത് ഇവിടെ വരെയുള്ളൂ. പിന്നെ അവിടെ ചെറിയൊരു ടോയ് ട്രെയിൻ ഉണ്ട്, അത് നമുക്ക് ഇതുവഴി പോയി കാണാം. സുഖമായിട്ട് നടക്കാനുള്ളൊരു സ്പേസാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൻ്റെ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച കാണുന്നത്. അതുവഴിയാണ് ഇപ്പോൾ വന്നത്. ആ ബോട്ടിംഗ് ഒക്കെ ഉള്ളത് ആ താഴെ ഭാഗത്താണ്. ഈ മാളിനാകെ 5 നിലകളാണുള്ളത്. ഏറ്റവും ടോപ്പ് വ്യൂ അതാണ്. ഈ പുള്ളിലേക്ക് ഇവിടെ നിന്ന് എടുത്ത് ചാടണം, നല്ല രസമല്ലേ? എല്ലായിടത്തും നല്ല മ്യൂസിക് ഒക്കെയാണ്. ഇവിടെ KFC ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച നോക്കിയേ. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്കൊന്ന് കയറാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹി കാണാൻ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുഗ്രാം, നോയിഡ, ഗ്രേറ്റർ നോയിഡ ഈ ഭാഗത്തേക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും ഡൽഹിയും അതിൻ്റെ സമീപ പ്രദേശമൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുകയാണ്. ശരിക്കും ഇതൊക്കെയാണ് വന്ന് കാണേണ്ടത്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പം നടന്നു വന്നൊരു വഴി ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ മാളിൻ്റെ അകത്തെ കാഴ്ചകളിൽ നിന്നൊക്കെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാളിൻ്റെ പുറത്തിറങ്ങി ഇനി അകത്തല്ലാതെ പുറത്ത് വഴിയും കയറിപ്പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി ഇനിയിപ്പോൾ നടന്നിട്ട് വരാം. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബാറൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. മറ്റ് മാളുകളിൽ നിന്ന് വെച്ച് വളരെയധികം വ്യത്യസ്തമാണ് ഈ ഒരു മാള്. അതായത് ഈ മാള് പണിതിരിക്കുന്നത് തന്നെ ഇറ്റാലിയൻ തീമിലാണ്. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ കണ്ടല്ലോ, അതൊക്കെ റോമൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 6 കാലമായി ആൾക്കാരൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 10 മണി വരെ സമയമുണ്ടല്ലോ. നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ട് തന്നെ എൻജോയ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ് വരുന്നത് ഇതിൻ്റെ താഴെയാണ്. അതുപോലെ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നോയിഡ, ഗ്രേറ്റർ നോയിഡ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ സ്ഥലമൊക്കെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോകളും ഉണ്ട്. ഈ ഗ്രേറ്റർ നോയിഡയിലും ഈ നോയിഡ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരുടെ ജീവിത രീതി ശരിക്കും പറഞ്ഞ വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ യു പി എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ പല തെറ്റായ ചിന്താഗതികളൊക്കെയാണ് വരുന്നത്. അപ്പം
പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ നോയിഡയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ഷോപ്പിംഗ് മാളുകളും ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ നോയിഡയൊക്കെ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് ഈ ഗ്രേറ്റർ നോയിഡയിൽ തന്നെ സെക്ടർ 142 അഡ്വന്റ് നാവീസ് ബിസിനസ് പാർക്ക് പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അത് വളരെയധികം റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ മറ്റൊരു മാൾ തന്നെയാണ് ഈ പറയുന്ന വെനീസ് മാളും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ മൊത്തം എക്സ്പെൻസീവ്, അതായത് ലക്ഷറി ആയിട്ട് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ യു പി എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്ന എന്താ പറയുക തെറ്റിദ്ധാരണകളുണ്ട്, ചിന്താഗതികൾ അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം അങ്ങനെ ആയിപ്പോയതാണ്. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും UPI റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റായ രീതിയിലാണ് പലരും നമ്മളോട് ബിഹേവ് ചെയ്തത്. അത് പറയാനുള്ള കാരണം രാഷ്ട്രീയം പലർക്കും ഉണ്ടാവും, ഇവിടെയും വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനൊന്നുമല്ല പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ചാനലിലായാലും നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാന്നാണ്. കാരണം ഡൽഹി ആയാലും ഗ്രേറ്റർ നോയിഡ ആയാലും നോയിഡ ഭാഗത്തൊക്കെ വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇതൊക്കെ നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ഇവിടെ നിന്ന് ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഓട്ടോ കയറിയിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പം പറഞ്ഞത് 80 രൂപയാണ്. നേരെ മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ പുറത്തുതന്നെ ഒരുപാട് ടീ സ്റ്റാളുകളൊക്കെ ഉണ്ട്. പരീച്ചൗക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മെട്രോ ഇവിടെ വന്നിട്ടുണ്ട്. അത് പോട്ടെ, അടുത്തന്നെ പോവാം. എന്താ വിഷ്വൽസ് നോക്കിയേ, അധികമൊന്നും വ്യക്തമാവുന്നില്ല. കോട തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് സെക്ടർ 51 പോകണം. അവിടുന്ന് വീണ്ടും ഇൻ്റർചേഞ്ച് നേരെ ഒരു മെട്രോ കയറി ന്യൂഡൽഹി. സെക്ടർ 51 മെട്രോ കയറിയിരിക്കുകയാണ്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 15 സ്റ്റേഷനുകൾ കഴിയാനുണ്ട്. ഇവിടെ തന്നെ കയറിയോണ്ട് വലിയ തിരക്കൊന്നുമില്ല, സീറ്റ് കിട്ടി. സമയം രാത്രി 8:30. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ദീർഘയാത്രയായിരുന്നു മെട്രോയിൽ. സെക്ടർ 52 മുതൽ ഇവിടെ ന്യൂഡൽഹി വരെ നമുക്ക് സീറ്റേ കിട്ടിയില്ല, നിന്നിട്ട് തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ ഈ ഡൽഹി NCRലും നല്ല പൊല്യൂഷനാണ്. മാസ്ക് ഒന്നും വെക്കാതെ ഒന്നും പോകാനേ പറ്റൂല. അതായത് മാസ്ക് വെച്ചില്ലെങ്കിൽ നമുക്ക് ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. കണ്ണാടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കണ്ണിന് അടിച്ചു കയറി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ഗുരുഗ്രാം പോയ സമയത്ത് അനുഭവിച്ചതാണ്. കാരണം കണ്ണിന്നൊക്കെ ഇങ്ങനെ ലാസ്റ്റ് വെള്ളം വരുന്ന ആ ഒരു അവസ്ഥ. അതെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമുള്ള ഫഹദ്ഗഞ്ചിലോട്ട് പോവുകയാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തൊന്നും ഒരു വൃത്തിയില്ല. ഇവിടെ തന്നെയാണ് പബ്ലിക് ടോയ്ലറ്റ് ഉള്ളത്. അവിടെ തന്നെ ഇതാ തട്ടുകടയും. ഇവിടെ നിന്നൊക്കെ എന്ത് വിശ്വസിച്ച് കഴിക്കുമല്ലേ. ടോയ്ലറ്റുള്ള അവിടെ തന്നെയാണ് ഭക്ഷണം കുക്കും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെടുത്ത റൂമിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഗ്രേറ്റർ നോയിഡയുടെ ഒരു 110% മാത്രമേ പോകാൻ വേണ്ടി സാധിച്ചുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മൾ മെട്രോയും ഓട്ടോയൊക്കെ ആക്കി പോകുമ്പോണ്ടല്ലോ സമയം ഒരുപാട് പോകുന്നു. സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എല്ലാം പോയി കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിലേക്ക്, അതായത് സെക്ടർ 52 എത്തുമ്പോൾ തന്നെ 16-15 സ്റ്റേഷനൊക്കെ കഴിയണം. അപ്പൊ എത്ര സമയം പോകുന്നത്. അത് മനു പറഞ്ഞാലും ശരിയാണ്. പിന്നെ അതിന് ശേഷം പരീച്ചൗക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് മെട്രോ സ്റ്റേഷൻ കഴിയാനുണ്ട്. അപ്പൊ മെട്രോ കയറി വരുമ്പോ തന്നെ ഒരുപാട് ടൈം ലേറ്റ് ആവും. ഞങ്ങൾ ഉച്ചക്ക് തുടങ്ങിയ വീഡിയോ ആണ്, ഇപ്പൊ രാത്രി 9 മണിയായി. അപ്പൊ അതാണ് ആ ഒരു എന്താ പറയാ മുഴുവൻ സ്ഥലങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 3 മാസം മുന്നേ നോയിഡ പോലെ, ഈ നോയിഡ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ ഓക്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് അതിന്റെ ഒരു ഫുൾ നെയിം വരുന്നത്. അപ്പം ഈ നോയിഡയും ഗ്രേറ്റർ നോയിഡയൊക്കെ 2 ഭാഗമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഉത്തർപ്രദേശാണ്, സ്റ്റേറ്റിലാണ് വരുന്നത്. അതായത് ഉത്തർപ്രദേശിലത്തെ ഗൗതം ബുദ്ധനഗർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നെങ്കിലും ഇത് ഡൽഹി NCRന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കൂട്ടുന്നത്. ഡൽഹി NCRന്റെ ഭാഗം തന്നെയാണ് നമ്മളെ ഈ ഹരിയാനയിലെ ഫരീദാബാദ് വരുന്നത്, ഹരിയാനയിലെ ഗുരുഗ്രാം വരുന്നത്, UPയിലത്തെ നോയിഡയും വരുന്നത്. കാരണം ഈ തലസ്ഥാന നഗരം നല്ല രീതിയിൽ വികസിക്കുമ്പോഴാണ് NCRന്റെ ഭാഗമായിട്ട് ഈ നോയിഡയൊക്കെ അതിവേഗം വളരുന്നതെന്ന് പറയാം. നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറയാ, കഴിഞ്ഞ നോയിഡയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച പോലെ തന്നെ ഇന്നിപ്പോ പോയല്ലോ, ഇവിടെ തന്നെ നമ്മൾ അവസാനം പോയ പരീച്ചൗക്കിന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. അതായത് ഗ്രേറ്റർ നോയിഡ സ്പോർട്സ് കോംപ്ലക്സ്. അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ടീമില്ലേ, അവരുടെയൊക്കെ ഹോം ഗ്രൗണ്ട് വരുന്നൊക്കെ അവിടെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഒരു കാർ റേസിംഗ് ഒക്കെ ചെയ്യുന്ന നല്ല ട്രാക്ക് ഒക്കെ ഉണ്ട്, ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ മെട്രോ പോകുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പിംഗ് മാളുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു നോയിഡ ഭാഗത്ത് താമസിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് UP എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എത്തിയാൽ അത് UP ആണ് നമുക്ക് തോന്നൂല.
UP-ന്റെ വില്ലേജ് ഒക്കെ പറയുമ്പോ മനു അല്ലേ, വെറും ശോകം തന്നെയാണ്. കാരണം അത് നേതാക്കന്മാര് നന്നാക്കാത്തോണ്ടല്ലേ. കാരണം ആൾക്കാരെ പറഞ്ഞ് സെറ്റാക്കാൻ പറ്റുന്നേയില്ല. നമ്മുടെ നാട്ടില് വികസനം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നല്ല രീതിയിൽ നടത്തിയാലേ അത് ജനങ്ങൾക്കും കൂടെ എത്തത്തുള്ളൂ. അതെ അതാണ്. പക്ഷെ UP-യിലത്തെ നഗരത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട, നല്ല രീതിയിൽ തന്നെ അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. റോഡിന്റെ കാര്യത്തിലായാലും പലതരത്തിലുള്ള ഓഫീസുകളും ഈ ഗ്രേറ്റർ നോയിഡൊക്കെ അങ്ങനെ തന്നെയാണ്. ഗ്രേറ്റർ നോയിഡ തന്നെ വരുന്നത് എന്താ പറയുക, ഭരണം നടത്തുന്നത് എന്ന് പറയാൻ ഗ്രേറ്റർ നോയിഡ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് അവിടുത്തെ ഭരണം നടത്തുന്നത് എന്ന് പറയാം. അപ്പൊ എന്താ പറയാ, ഗ്രേറ്റർ നോയിഡയുടെ ഈ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു മാറ്റത്തിനോട് ബൈ.